ലൈംഗികത സുഖകരമാക്കാൻ ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ദീർഘനേരം ലൈംഗികത അനുഭവിക്കുവാൻ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സമയക്കുറവ്, ശീഘ്രസ്ഖലനം തുടങ്ങിയവ പല പുരുഷന്മാരും അനുഭവിക്കുന്ന ലൈംഗിക പ്രശ്നങ്ങളാണ്. ലൈംഗികതയോടുള്ള ഭയം, അമിത ഉത്കണ്ഠ, മറ്റു ശാരീരിക പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ ഇതിന് കാരണമായേക്കാം. ചിലരിൽ ജനിതക പ്രശ്നങ്ങൾ മൂലവും ശീഘ്രസ്ഖലനം ഉണ്ടാവാം. സമയക്കുറവ് പരിഹരിക്കുകയെന്നത് വിജയകരമായ ഒരു ദാമ്പത്യ ജീവിതത്തിന് വളരെ പ്രധാനമായ കാര്യമാണ്. ഇടയ്ക്കൊക്കെ ശീഘ്രസ്ഖലനം സംഭവിക്കുന്നതും സ്വാഭാവികമാണെങ്കിലും സ്ഥിരമായി ശീഘ്രസ്ഖലനവും സമയക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങളും ഉണ്ടാവുന്നുവെങ്കിൽ നിർബന്ധമായും ചികിത്സ തേടേണ്ടതാണ്. ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. പച്ചക്കറികളും പഴങ്ങളും കഴിക്കാം. വെജിറ്റേറിയന്മാരായ പുരുഷന്മാർക്ക് ലൈംഗിക വേഴ്ചയ്ക്ക് കൂടുതൽ സമയം കിട്ടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പഴങ്ങളിലും പച്ചക്കറികളിലും നിന്നും ലഭിക്കുന്ന പൊട്ടാസ്യം പോലുള്ള പോഷകങ്ങൾ കൂടുതൽ സ്റ്റാമിന നൽകുന്നതാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും മുമ്പ് ഏത്തപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഏത്തപ്പഴത്തിൽ ധാരാളം പൊട്ടാസ്യമുണ്ട്. ഗ്ലൂക്കോസിൻ്റെയും കലവറയാണിത്. ഇവ രണ്ടും ലൈംഗിക ബന്ധത്തിന് കൂടുതൽ ശേഷിയും സമയവും നൽകുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. ദിവസവും 1 ഗ്ലാസ് നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് സമയദൈർഘ്യം ലഭിക്കുവാൻ നല്ലതാണ്. നെല്ലിക്കയിൽ അയണിൻ്റെയും സിങ്കിൻ്റെയും ഘടകങ്ങൾ ധാരാളമുണ്ട്. ലൈംഗിക വേഴ്ചയ്ക്ക് മുമ്പ് സ്ട്രോബെറി കഴിച്ചാൽ ഉന്മേഷവും കൂടുതൽ സമയവും കിട്ടും. നല്ല ഉറക്കം. ദിവസം 5 മണിക്കൂറെങ്കിലും ഉറങ്ങാത്ത പുരുഷന്മാരിൽ ലൈംഗിക ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് കുറവായിരിക്കും. അത് ലൈംഗിക ശേഷി കുറയ്ക്കുവാൻ കാരണമായേക്കാം. അതിനാൽ ദിവസവും 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് വളരെ നല്ലതാണ്. പുകവലി. പുരുഷന്മാരുടെ ലൈംഗിക ശേഷിയെ സാരമായി ബാധിക്കുന്നതാണ് പുകവലി. പുകവലി രക്തക്കുഴലുകളെ കട്ടിയാക്കുകയും ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുത്തുകയും ചെയ്യും. സ്ഥിരമായി പുകവലിക്കുന്ന ഒരാൾക്ക് പുകവലിക്കാത്തവർക്ക് ലഭിക്കുന്നതിൻ്റെ പാതിയോളം സമയമേ ലൈംഗിക വീഴ്ചയ്ക്ക് കിട്ടൂ എന്നാണ് വിദഗ്ധരുടെ കണ്ടെത്തൽ. ഇക്കൂട്ടരിൽ മറ്റു ലൈംഗിക പ്രശ്നങ്ങളും പതിവാണ്. കൈകാലുകൾക്കും വയറിലും ഉള്ള വ്യായാമം. പതിവായി വ്യായാമം ചെയ്യുന്നവർ ലൈംഗിക ജീവിതം നന്നായി ആസ്വദിക്കുന്നവരാണ്. കൈകാലുകളുടെയും വയറിൻ്റെയും പേശികൾ കരുത്തുറ്റതാണെങ്കിൽ ലൈംഗിക വീഴ്ചയ്ക്ക് കൂടുതൽ സമയം കിട്ടും. പതിവായി ബൈസെപ്സിനും ട്രൈസെപ്സിനുമുള്ള വ്യായാമം, കൈകളിലെ മസിലുകൾക്കുള്ള വ്യായാമം ചെയ്താൽ സമയക്കുറവിൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ്. ബോഡി വെയ്റ്റ് എക്സസൈസും വളരെ നല്ലതാണ്. ശരീരത്തിലെ രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങളാണ് ഇവയെല്ലാം. ഭുജംഗാസനം അടക്കമുള്ള യോഗമുറകളും ലൈംഗിക വീഴ്ചയ്ക്ക് കൂടുതൽ സമയം ലഭിക്കുവാൻ സഹായിക്കുന്നതാണ്. കെഗിൾസ് എക്സസൈസ്. നിവർന്ന് നിന്ന് ഒരു കാൽ മുന്നോട്ടും മറ്റേ കാൽ പിന്നോട്ടും വെച്ച് നിൽക്കുക. 2 പാദങ്ങളും തമ്മിൽ 1 മീറ്ററോളം അകലം വേണം. മുൻവശത്തെ മുട്ട് മെല്ലെ വളച്ച് ഇടുപ്പ് ഭാഗം മുന്നോട്ട് തള്ളി നിൽക്കുക. 30 സെക്കൻഡ് ഇതേ രീതി തുടരുക. 2 കാലും മാറി മാറി ചെയ്യുക. 10 തവണയെങ്കിലും ആവർത്തിക്കുന്നത് വളരെ നല്ലതാണ്. സമയക്കുറവ് സ്വയം പരിഹരിക്കാവുന്ന ലളിതമായ രീതിയാണ് എഡ്ജിങ്. ലൈംഗിക വീഴ്ച സ്ഖലനത്തോടടുക്കുമ്പോൾ പെട്ടെന്ന് എല്ലാ ചലനങ്ങളും നിർത്തുക. കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും തുടങ്ങുക. ഇത് ലൈംഗിക വീഴ്ചയ്ക്ക് കൂടുതൽ നിയന്ത്രണവും സമയവും നൽകുവാൻ സഹായിക്കും. സ്ക്യൂസ് ടെക്നിക്. സ്ഖലനം നടക്കുവാൻ പോകുന്നുവെന്ന തോന്നലുണ്ടാകുമ്പോൾ ലിംഗത്തിൻ്റെ അഗ്രത്തിൽ വിരലുകൾ ഉപയോഗിച്ച് അമർത്തി പിടിക്കുന്ന രീതിയാണിത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം കുറയുകയും കൂടുതൽ സമയം കിട്ടുകയും ചെയ്യും. ഫോർപ്ലേയുടെ സമയം. തിടുക്കം കാട്ടാതെയുള്ള ലൈംഗിക ബന്ധമാണ് ആരോഗ്യകരം. പുരുഷനിലും സ്ത്രീയിലും രതിമൂർച്ച അനുഭവിക്കുമ്പോഴാണ് ലൈംഗിക ബന്ധം പൂർണ്ണതയിലെത്തുന്നത്. സമയക്കുറവുള്ള പുരുഷന്മാർക്ക് സ്ത്രീയുടെ രതിമൂർച്ച വരെ കാത്തിരിക്കുവാൻ പറ്റാതായേക്കാം. അങ്ങനെയുള്ളവർ ഫോർപ്ലേക്ക് കൂടുതൽ സമയം കണ്ടെത്തേണ്ടതാണ്. വിരലുകളോ ചുണ്ടുകളോ ഉപയോഗിച്ച് സ്ത്രീയെ രതിമൂർച്ചയിലെത്തിച്ച ശേഷം ലിംഗം ഉപയോഗിച്ചുള്ള വീഴ്ചയിലേക്ക് കടക്കാം. ഇതിനെ സ്ക്യൂസ് ടെക്നിക് അടക്കമുള്ളവ പരീക്ഷിക്കുക. ഇത് ഇരുവർക്കും സംതൃപ്തി നൽകുവാൻ വളരെയേറെ സഹായിക്കുന്നതാണ്.